അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അതിമഹത്തരമായ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതൊരു വ്യക്തിക്കും അവൻ ഇഷ്ടപ്പെട്ട മതമനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പൂർവികന്മാരായ നമ്മുടെ നേതാക്കൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരന്തരമായി സമരം നടത്തുകയും സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചു നേടിയതാണ് ഈ സ്വാതന്ത്ര്യം. ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ അവരവരുടെ മതമനുസരിച്ച് മതം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതിലും മുസ്ലിമീങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ ശാന്തമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ അതെത്രയോ ഇസ്ലാമിക രാജ്യങ്ങൾ നിലകൊള്ളുന്നുണ്ടെങ്കിലും മുസ്ലിമീങ്ങൾ ശാന്തമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്ന് ഒരു കാലത്ത് ശാസ്ത്രജ്ഞന്മാർ പറയുകയുണ്ടായി. എന്നാൽ ആധുനിക ഇന്ത്യയുടെ ചലനം ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ തല താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. കാരണം ഒരു കാലത്ത് ഗർഭിണികളായ സ്ത്രീയെ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ തന്നെ വെച്ച് മാരകമായ ആയുധങ്ങളെ കൊണ്ട് പരസ്യമായി കൊലവിളികൾ നടത്തിയ കൊലയാളികൾ ഇന്ന് രാജ്യത്ത് അധികാരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർവികർ അതെത്രയോ ത്യാഗങ്ങൾ സഹിച്ചു ഉണ്ടാക്കിയെടുത്ത ഭരണഘടനയെ വലിച്ചെറിഞ്ഞ് രാജ്യത്തെ ശാന്തി സമാധാനത്തെ ഇല്ലായ്മ ചെയ്ത് വരും തലമുറകൾക്ക് ഇവിടെ ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും കാലമുണ്ടായിരുന്നു എന്ന കാര്യം ചരിത്ര പുസ്തകങ്ങളിലൂടെ മാത്രം കാണാൻ സാധിക്കും എന്ന കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. മാത്രമല്ല, മതസ്വാതന്ത്ര്യം ഉൾക്കൊണ്ട ഇന്ത്യയിൽ നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിലും അവന് നീ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച മുസ്ലിമീങ്ങളെ ഭീകരവാദികളാണെന്ന് തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ രാജ്യം കടത്താൻ വേണ്ടി പല കുബുദ്ധികൾ ചില നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരികയുണ്ടായി. കൂടാതെ ആയിരങ്ങളോളം വർഷങ്ങൾ മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന സ്മാരകങ്ങളെ പൊളിച്ചടക്കുകയും മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമായ ചില ആഹാരങ്ങൾ ഭക്ഷിക്കൽ നിഷിദ്ധമാണെന്നും അത് ഭക്ഷിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഒരുപോലെ ജീവിക്കേണ്ട ഇന്ത്യയിൽ ഒരുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നാം ഓരോരുത്തരും നിയമത്തിനുള്ളിൽ പോരാടുന്നവരാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.